ഗൈസ്, ഐ വാച്ച്ഡ് ഖലീഫ. എനിക്കെന്തിൻ്റെ കേടായിരുന്നു. ഖലീഫ ഖലീഫ എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് മിയ ഖലീഫയാണ്. ഖലീഫ സ്റ്റാറിങ് പൃഥ്വിരാജ് സുകുമാരൻ, സഞ്ജു ശിവറാം, ഇന്ദ്രൻസ്, നീൽ നിതിൻ മുകേഷ്, അതാണ് വില്ലൻ. പിന്നെ ആരാ നമ്മുടെ കാമിയോസ്, മോഹൻലാൽ ആൻഡ് ടൊവിനോ. സോ ഇതിൻ്റെ സിനിമയുടെ പേര് ഖലീഫ ദ റൂളർ എന്നാണ്. ഇത് മറ്റേ പുഷ്പ ദ റൈസ് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. പുഷ്പക്കാലം ഭേദമാണ്. ഇതിൻ്റെ ഒരു സ്റ്റോറി സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഴയ മമ്മൂട്ടി, മോഹൻലാൽ, പ്രതാപ കാലഘട്ടത്തിലെ ഗ്യാങ്സ്റ്റർ മൂവീസ് അതിൻ്റെ ഒരു റെപ്ലിക്കയാണ്. അതിലേക്ക് ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അവിടെ മമ്മൂട്ടി മോഹൻലാലും അല്ല, അവിടെ പൃഥ്വിരാജാണ്. സോ അത് ഒരു സ്റ്റോറി സെറ്റപ്പ് ഇങ്ങനെ എന്ന് വെച്ചാൽ മാമ്പറക്കൽ അഹമ്മദ് അലി എന്നല്ലേ, അതോ പേര് മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? മോഹൻലാൽ പോലും വേദിയിൽ തെറ്റിച്ചൊരു പേരാണ്. അഹമ്മദ് അലി, മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ. പുള്ളിയാണ് ഒരു സ്വർണ്ണക്കടത്തുകാരനായിരുന്നു. ഭയങ്കര സംഭവമായിരുന്നു. നമ്മൾ ആ ട്രെയിലറിലൊക്കെ കണ്ട പോലെ അങ്ങ് തെക്ക് മറ്റ് ആ ഒരു ഇവരും, വടക്ക് മുതലിയാരും അലി, ഇവരായിരുന്നു സ്വർണ്ണക്കടത്തിൻ്റെ മെയിൻ ആൾക്കാർ. പുള്ളി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. പുള്ളിയുടെ മകനാണ് രഞ്ജി പണിക്കറുടെ മാമ്പറക്കൽ യൂനസ് അലി ഒരു നന്മമരമാണ്. പുള്ളിക്ക് ഈ നമ്മുടെ അപ്പൻ്റെ പാത പിന്തുടരാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പല ബിസിനസ്സുമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ പുള്ളിക്ക് നന്മമരമായതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പുള്ളിയുടെ സ്വന്തം വീടും പണിയൊക്കെ വെച്ചിട്ടാണ് ബിസിനസ് നടത്തുന്നത്. സ്വർണ്ണക്കടത്തുകാരന് മകനെ നോക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളീനെ വില്ലന്മാർ അകത്താക്കുന്നു, പെടുത്തുന്നു. അപ്പം അപ്പനെ രക്ഷിക്കാൻ വേണ്ടി മാമ്പറക്കൽ ആമിർ അലി വരുന്നില്ല. പുള്ളി അപ്പാപ്പൻ്റെ പാത തിരഞ്ഞെടുക്കുന്നു, സ്വർണം കടത്തുന്നു, പുള്ളി വലിയ സംഭവമാകുന്നു. അങ്ങനെ അതാണ് സിനിമയുടെ ഒരു തീം. ഇതിൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യം, ഇതൊരു ഔട്ട്ഡേറ്റഡ് സ്ക്രീൻ പ്ലേ എന്നതിനേക്കാളും കുറേയും കൂടി ഒരു തമിഴ്, തെലുങ്ക് അല്ലെങ്കിൽ ഒരു നോർത്ത് ആ ഒരു കുറേ കൂടി വൈഡർ ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ് യൂസ് ചെയ്തത്. കാരണം വൈശാഖിന് ഇതിൽ നന്നായിട്ട് കഥ പറയാൻ അറിയാം. നമ്മളത് പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് മനഃപൂർവ്വം ആ ഒരു കാലഹരണപ്പെട്ട കഥ പറച്ചിൽ തിരഞ്ഞെടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, മലയാളി ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാൻ ഈ ഒരു പ്ലോട്ട് പറ്റില്ല. എന്നാൽ നോൺ മലയാളീസിനെ ഒരു പക്ഷേ ഈ പ്ലോട്ട് മതിയാകും. കാരണം അവിടുത്തെ അല്ലെങ്കിൽ തമിഴ്, തെലുങ്ക് ഓഡിയൻസിനെ അവരെ കുറച്ച് കാണുമല്ല, പക്ഷേ അവരുടെ ആ ഒരു കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, നായകൻ്റെ ഫാമിലിക്ക് ഒരു ഇതുണ്ടാകുന്നു, നായകൻ വലിയ അധോലോകമാകുന്നു, ഒരു പോഞ്ഞ വില്ലനെ അവസാനം നായകൻ തീർക്കാൻ വേണ്ടി മാത്രം ഒരു വില്ലൻ, അങ്ങനത്തെ നമ്മൾ കണ്ട് മടുത്ത ഒരു തമിഴ്, തെലുങ്ക് കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റാണ് ഖലീഫയുടെ. സോ ആ ഒരു ടെംപ്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും അതേസമയം പൃഥ്വിരാജ് എന്ന ക്യാരക്ടറിനെ ഒരു ബിഗ് സ്ക്രീനിൽ നല്ല ഫിസിക്കൊക്കെ ആയിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. ഞാൻ ഇതിലൊന്ന് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതായത് പൃഥ്വിരാജിനെ നല്ല ഫിസിക്കൊക്കെ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ആസ്പെക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫിസിക്കാണ്, നല്ല ലുക്കുമാണ്. അതേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ഖലീഫയിൽ. പിന്നെ ആക്ഷൻ കൊള്ളാമായിരുന്നു, പൃഥ്വിരാജിൻ്റെ ആക്ഷനും. പക്ഷേ പൃഥ്വിരാജിൻ്റെ ആക്ഷൻ എനിക്ക് നോബഡി വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇത് കുറേ കൂടെ വേറൊരു സ്റ്റൈലാണ്. ആക്ഷൻ്റെ കുഴപ്പമില്ല, ഇതിലെ ആക്ഷൻസ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ആ ആക്ഷൻസ് എടുത്ത് വെച്ചേക്കുന്ന രീതി ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഈ റോബോട്ടിക് ക്യാമറയാണെന്ന് തോന്നുന്നു, എനിക്കതിനെപ്പറ്റി ഒരു ധാരണയില്ല. അതിൻ്റെ ഒരു ഓവർ യൂസ്, എന്താ പറയുക, ഒരു അതിപ്രസരമാണ് എല്ലാ ആക്ഷനിലും. പ്രത്യേകിച്ച് ഇതിലൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആക്ഷൻ ഉണ്ട്. അതായത് ഈ ആമിർ അലിയുടെ വീട്ടിൽ വില്ലന്മാർ വരുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസിൻ്റെ ഒരു ആക്ഷൻ ഉണ്ട്. അത് അവർ ചെയ്തു വെച്ചേക്കുന്നത് നല്ല രസമാണ്. നമ്മൾ ഈ കൊറിയൻ മൂവീസൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു ആക്ഷൻ ഉണ്ട്. പക്ഷേ അത് ഇവിടെ അവരെന്തുവാ എടുത്തു വെച്ചേക്കുന്നത്? അങ്ങനെയൊന്നും അല്ല ഇടേ ആക്ഷൻ മൂവീസിൽ. ഇനിയെങ്കിലും കുറേ കൂടെ അപ്ഡേറ്റഡ് ആകുക. പിന്നെ പാട്ട്, ജെയ്ക്സ് ബിജോയുടെയാണ് പാട്ട് എന്ന് പറഞ്ഞാൽ പോലും, പക്ഷെ എനിക്കതൊരു ജെയ്ക്സ് ബിജോയി ഒരു സൈനുള്ള ഒരു മ്യൂസിക്കൽ ആയിട്ട് തോന്നിയില്ല. പാട്ടൊരു വശത്ത് അവിടെ ചടും അങ്ങനെ പോകുന്നു, ഇപ്പുറത്ത് എന്തൊക്കെയോ നടക്കുന്നു. ഭയങ്കര എന്താ പറയുക, ഈ ഒച്ച വെച്ച്
നമ്മളെ ഗൂസ് ബംസ് ഉണ്ടാക്കാൻ നോക്കുന്നു. അത് നമ്മൾ മടുത്തതാണ്. അങ്ങനെ ഒരു പരിപാടി ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് എന്തോ അങ്ങനെ ഒരു പരിപാടി ഇനിയും റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കാം ഒരു കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് നല്ലത്. കാരണം നമ്മുടെ ഈ ചെവിയുടെ ഇയർഡ്രം അടിച്ചു പോയതുകൊണ്ട് നമുക്കൊരിക്കലും ഗൂസ് ബംസ് ഉണ്ടാകത്തില്ല. പിന്നെ സിനിമയുടെ പ്ലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ തമാശയായിട്ടാണ് എങ്കിലും 2000 കാലഘട്ടത്തിലാണ് സിനിമ തുടങ്ങുന്നത്. സിനിമയുടെ പ്ലോട്ട് തുടങ്ങുന്നത്. അതിങ്ങനെ അതായത് നായകൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് നായകൻ്റെ കൂട്ടുകാരൻ വരുന്നു. കൂട്ടുകാരൻ്റെ കൂടെ പെങ്ങൾ ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടിലാണ് സിനിമ തുടങ്ങുന്നത്. അവിടുന്ന് ഈ നായകൻ്റെ കൂട്ടുകാരൻ ഇതാണ് സഞ്ജു ശിവറാം. നല്ലൊരു നടനായിരുന്നു കേട്ടോ, പാവം. പുള്ളീനെ അവിടെ കൊണ്ട് ഈ സൈഡാക്കി നായകൻ്റെ കഥ പറയിക്കുന്നു. നായകൻ്റെ ഇൻട്രോ അടിപൊളിയായിരുന്നു. ശരിക്കും നമ്മൾ 2026 പെട്ടെന്ന് വന്ന പോലൊക്കെ തോന്നും. പക്ഷേ അവിടെ തീർന്നു. 2026 ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 2000 കാലഘട്ടത്തിലേക്ക് പോകുന്നു. നായകൻ്റെ ഫ്ലാഷ് ബാക്ക്, നായകൻ്റെ കൂട്ടുകാരൻ്റെ ഫ്ലാഷ് ബാക്ക്, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എങ്ങനെ നായകൻ്റെ അപ്പൻ പെടുന്നു, നായകൻ എങ്ങനെ അധോലോകമാകുന്നു, അതിൻ്റെ ഇടയ്ക്ക് നായകനെ പ്രേമിക്കാൻ വേണ്ടി മാത്രം ഒരു നായിക. പിന്നീട് നായകയുടെ റോൾ ഇതൊക്കെയാണ്. നായകനെ പ്രേമിക്കണം, ഇടയ്ക്ക് നായകനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഇടയ്ക്ക് നായകൻ്റെ കുട്ടീനെ പ്രസവിക്കണം. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ വില്ലന് നായകനെ ത്രട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാരക്ടർ. അതാണ് ഇതിലെ നായിക. പിന്നെ വില്ലൻ എന്ന് പറയുന്നത് 1, 2, 3 വില്ലന്മാരുണ്ട്. ഷമി തിലകനുണ്ട്. ഷമി തിലകൻ്റെ മകനായിട്ടൊരു വിനായകൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. പിന്നെ നീൽ നിതീഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വില്ലൻ ക്യാരക്ടർ. പുള്ളിയുടെ പേര് രസമാണ്. കാരണം ഹാരിസ് ബഷീർ. അത് ഇടയ്ക്കിടയ്ക്കെല്ലാം പുള്ളി ആമിർ അലീനെ ഫോൺ വിളിക്കും. എന്നിട്ട് പറയും ആമിർ ബഷീറാണ്, ഹാരിസ് ബഷീർ. ഇത് നമുക്ക് എല്ലാ ഫോൺ കോളിലും തുടക്കത്തിൽ കേൾക്കാം. എന്നാൽ പിന്നെ ആദ്യമേ ഹാരിസ് ബഷീറാണെന്ന് പറഞ്ഞപ്പോലെ സ്വാഗ് കാണിക്കുന്നതാണ്. പക്ഷേ ഇതിൽ എന്ത് സ്വാഗാണുള്ളത് എനിക്ക് മനസ്സിലായില്ല. സോ വില്ലൻ അതൊക്കെയാണ് നമ്മുടെ വില്ലന്മാർ. അതിൽ തമ്മിഭേദം എനിക്ക് പിന്നെയും ഷമി തിലകനാണ്. ബാക്കിയുള്ളവരൊക്കെ വില്ലനെന്ന് കാണിക്കാൻ വേണ്ടി അവൾ കൊണ്ട് നിർത്തുന്നു. അവസാനം നായകനൊരു സ്ട്രഗിൾ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് വില്ലൻ പോയിട്ട് നായകൻ്റെ കുടുംബത്തിന് പണിയാൻ നോക്കുന്നു, അപ്പനെ കൊല്ലുന്നു. അതിന് നായകൻ റിവെഞ്ച് ചെയ്യുന്നു. അപ്പോൾ നായകൻ റിവെഞ്ച് ചെയ്യാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഈ ഷമി തിലകൻ്റെ മകൻ ക്യാരക്ടറിനെ പുള്ളി ആക്സിഡൻറ്റിലേക്ക് കൊന്നു. ഈ ആക്സിഡൻറ്റിലേക്ക് കൊന്നു എന്ന് പറയുന്ന ഒരു സീൻ ഭയങ്കര രസമാണ്. കാരണം രക്ഷപ്പെടാൻ പോകുന്ന ഷമി തിലകൻ്റെ മകൻ ക്യാരക്ടറിനെ പുള്ളി കൊന്നു. എന്നിട്ട് പെട്ടെന്നൊരു ഒരു ഇമോഷൻ മുഖത്ത് വരുവാണ്. അയ്യോ, ഞാൻ അയാളെ കൊന്നല്ലോ എന്ന രീതിക്ക്. അതെന്തിനാ അവിടെ അങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പൃഥ്വിരാജിനെ ജയിലിലാക്കുന്നു. പൃഥ്വിരാജിനെ ജയിലിൽ വെച്ച് തീർക്കാൻ വേണ്ടിയിട്ട് വില്ലന്മാരെല്ലാം കൂടെ പടപിടിച്ച് ജയിലിൻ്റെ അകത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ നായകനാണല്ലോ, ഓഫ് കോഴ്സ് നായകനവന്മാരെല്ലാം ജയിലിലിട്ട് തീർക്കും. അതായത് അവിടെ പോയിട്ട് നായകൻ്റെ പണി വാങ്ങിച്ചിട്ട് മിച്ചമുള്ളവരൊക്കെ തിരിച്ചു വരുന്നവരും മിച്ചം വരുന്നൊന്നുമില്ല. അവരെ അവസാനം നമ്മുടെ സ്വന്തം അപ്പാപ്പൻ ക്യാരക്ടർ ഒരു അസാസിനെ വിട്ടങ്ങ് തീർക്കുന്നുണ്ട്. അസാസിൻ നമ്മുടെ ടൊവിനോ ആണ്. അതൊക്കെ എനിക്കൊരു അടുത്ത മൂവിയിലേക്കുള്ള ഒരു ബിൽഡപ്പിന് വേണ്ടി മാത്രം ചെയ്തു വെച്ച ക്യാമിയോസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനപ്പുറത്തേക്ക് യാതൊരു രീതിയിലും എനിക്കതൊരു ഹൈ തരുമോ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് വരുമോ ഒന്നും തോന്നിയിട്ടില്ല. മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷനിൽ, അതായത് നമ്മൾ ട്രെയിലറിൽ കാണുന്ന ഒരു കൈയുണ്ട്, മറ്റേ മോതിരമൊക്കെ ഉള്ള. അപ്പോൾ ആ കൈയിൽ നിന്നിങ്ങനെ പുള്ളി ആ ജയിലരിയുടെ താഴെക്കോടെ ഇങ്ങനെ കുനിഞ്ഞ് വരുന്നൊരു സീൻ, അത് കൊള്ളായിരുന്നു. പിന്നെ വീണ്ടും സ്ഥിരം പുള്ളിയുടെ ലാലേട്ടൻ തിങ്സ്. ടൊവിനോ വന്നിട്ട് സ്ലോ മോഷനിൽ പോകുന്നു, രണ്ടുപേരെ വെടിവെച്ചിട്ട് പോകുന്നു, അസാസിനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എനിക്കങ്ങനെയൊക്കെ തോന്നിയുള്ളൂ സത്യം പറഞ്ഞാൽ. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് കഥ പറയുന്ന സിനിമകളെ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ പടത്തിൽ നന്നായിട്ട് ഉറക്കം വന്നു. സോ ടു പൃഥ്വിരാജ് സുകുമാരൻ, അതിനോ പുള്ളി ഇത് കാണാനൊന്നും പോകുന്നില്ല എങ്കിലും ഈ മലയാളം സിനിമയുടെ ഒരു ടോർച്ച് ബിയറർ എന്നുള്ളൊരു ലേബലിലാണ് അറ്റ്ലീസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഞാൻ സ്പെസിഫിക്കലി ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് നമുക്കൊരു സിനിമ നമ്മൾ മലയാളത്തിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൃഥ്വിരാജ് അതിലൊരു മെയിൻ ക്യാരക്ടർ ആയിരിക്കും. കാരണം അത്രയ്ക്ക് കാലിബറും അത്രയ്ക്ക് റീച്ചുള്ളൊരു നടനാണ്. ആ നടൻ അറ്റ്ലീസ്റ്റ് സ്വന്തം സിനിമകളെങ്കിലും തിരക്കഥ വായിച്ചിട്ട് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ട്രോളായിട്ട് പറയുന്നതാണ് എങ്കിലും. കാരണം ഒരു പൃഥ്വിരാജിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിൻ്റെ എക്സ്പീരിമെൻ്റൽ മൂവീസിനെ അതുപോലെ എൻജോയ് ചെയ്തൊരു മൂവി ഫാനാണ് ഞാൻ. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണെങ്കിലും സിനിമയിൽ ടി വിയിൽ മെമ്മറീസൊക്കെ വന്നപ്പോഴും ഞാനിരുന്ന് ഫുള്ളിരുന്ന് കണ്ടപ്പോഴും എനിക്ക് അത്രയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസാണ്. സോ ഇനി അങ്ങോട്ട് ഒരു പക്ഷേ പൃഥ്വിരാജ് ആ ഒരു എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യുന്നില്ലായിരിക്കാം, എങ്കിലും പുള്ളി ഒരു പക്ഷേ ഒരു കൂടുതൽ ഗ്ലോബൽ റീച്ചുള്ള പടങ്ങൾ ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുന്നത്. അപ്പോഴും പൃഥ്വിരാജ് എന്ന നടനിൽ നിന്നും ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് വരുന്നു എന്ന് കേൾക്കുമ്പം ആസ് എ ഫാൻ
ആസ് എ പൃഥ്വിരാജ് ഫാൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പൃഥ്വിരാജിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പം പൃഥ്വിരാജ് പറയുന്നുണ്ടല്ലോ, ലൂസിഫറിൽ മോഹൻലാലിനെ വെച്ച് ചെയ്യുമ്പോൾ പുള്ളി പ്രതീക്ഷിച്ചൊരു ലാലേട്ടൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന്. അത് ഷോക്കേസ് ചെയ്യാൻ പൃഥ്വിരാജിന് പറ്റിയിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജ് എന്ന നടൻ്റെ സ്വന്തം കാലിബർ എന്താണെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അത് ഷോക്കേസ് ചെയ്യാനുള്ള കാലിബറും പുള്ളിക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പുള്ളിക്ക് അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല? ഈവൻ നോബഡി ആണെങ്കിലും എനിക്ക് നോബഡി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇവർ പറയുന്ന പോലെ സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ നോബഡി ഒരു എക്സ്പെരിമെൻറ്റേഷൻ ആയിരുന്നു. അത് ഓഫ് കോഴ്സ് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ കൂടുതൽ എന്താ പറയുന്നത് അണ്ടർ റേറ്റഡ് പൃഥ്വിരാജ് മൂവീസിൽ അതും പെടും. പക്ഷേ ഖലീഫ ശരിക്കും ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ളൊരു അപ്രോച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ ഫ്രം പൃഥ്വിരാജ് സുകുമാരൻ, അത്രേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത് നമ്മുടെ സ്വന്തം ലാലേട്ടനോടാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏത് സിനിമ എടുത്ത് നോക്കിയാലും അതിൽ ലാലേട്ടൻ്റെ ക്യാമിയോ ആണ്. ഇപ്പോൾ ഈ പഴയൊരു ഡയലോഗ് പറയുന്ന പോലെ എങ്ക പാത്താലും മോഹൻലാൽ. എന്നാൽ ഈ ക്യാമിയോസിനൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു തരത്തിലും ഇല്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മോഹൻലാൽ സ്ക്രീനിൽ വന്നു പോകുന്നു എന്നതല്ലാണ്ട് അതിനാ സിനിമയിലോ ഓഫ് കോഴ്സ് മാർക്കറ്റ് വൈസ് അല്ലെങ്കിൽ ആളെ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അതൊരു പ്രൊമോഷൻ ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. പക്ഷേ സിനിമയ്ക്കകത്തതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചില്ല. ഇതിലാണെങ്കിൽ പോലും ഓഫ് കോഴ്സ് അടുത്ത പടത്തിന് വേണ്ടിയിട്ടാണ് ക്യാരക്ടറിനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പോലും എനിക്കെന്തോ ഒരു ആവർത്തന വ്യവസ്ഥതയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഏത് സിനിമയിലും എവിടെ നോക്കിയാലും മോഹൻലാലാണ് ക്യാമിയോ റോൾസ്. ഇതിലും ഭേദം പുള്ളിയുടെ കൊമേഴ്ഷ്യൽ യൂഷ്വൽ ലാലേട്ടൻ തിങ്സ് ചെയ്യുന്നതായിരിക്കാം, സിനിമകൾ ചെയ്യുന്നതായിരിക്കാം നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ല ക്യാരക്ടർ റോൾസ് ചെയ്തുകൂടാ? കാരണം എന്തൊരു കാലിബറുള്ളൊരു നടനാണ്, ശരിക്കും ലോകത്തിലെ മികച്ച നടന്മാരിലൊരാൾ. അദ്ദേഹത്തിന് ഇങ്ങനെ ഓഫ് കോഴ്സ് എന്താ പറയുക, ഒരു ടൈം പാസിന് ചെയ്യുന്നതായിരിക്കാം, ആ ബന്ധങ്ങളുടെ പുറത്തും റിലേഷൻസിൻ്റെ പുറത്തൊക്കെ ചെയ്യുന്നതായിരിക്കാം. എന്താ പറയുക, ഇതൊരു റിപ്പീറ്റേഷൻസ് ആണ്. മോഹൻലാൽ മാത്രമല്ല മലയാളം സിനിമ. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇതിലും നല്ല കാമിയോസ് ചെയ്യാൻ എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? പിന്നെ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുമ്പോൾ 2000 കാലഘട്ടത്തിലെയോ അല്ലെങ്കിൽ തമിഴ് തെലുങ്ക് കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റോ അല്ല മലയാളിക്ക് വേണ്ടത്. കാരണം എൻ്റെ അറിവിൽ മലയാളി അതിനോളം അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള തിങ്സാണ്. ഇൻ കേസ് നിങ്ങളൊരു തമിഴ് തെലുങ്ക് കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് പിടിക്കുമ്പോൾ തന്നെയും അതിനൊരു മലയാളം ടച്ച് അല്ലെങ്കിൽ അതൊരു ഇൻവെൻറ്റീവ് ഫ്രഷ് അപ്രോച്ച് നൽകാൻ ശ്രമിക്കുക. അതല്ലാതെ കണ്ടു മടുത്ത സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന മലയാളിയൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വേറൊന്നുമില്ല, പൃഥ്വിരാജിനെ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരനെ കാണാൻ ഒരു കാര്യം കൂടെ അത് പറയാൻ വിട്ടുപോയതൊന്നുമല്ല. ഈ കൊമേഴ്ഷ്യൽ സിനിമകൾ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് തമിഴ് തെലുങ്ക് ഹിന്ദിക്കാരോടൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഡയറക്ടേഴ്സിനോടാണ്. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് വെച്ചാൽ മാസ് ഡയലോഗ് പറഞ്ഞിട്ട് നായകനെ സ്ലോ മോഷനിൽ 1/2 മണിക്കൂർ നടത്തുക എന്നുള്ളതല്ല. ശരിക്കും ഖലീഫയിലെ ഈ സ്ലോ മോഷൻ ഹീറോയ്ക്ക് വോക്ക് കട്ട് ചെയ്താൽ തന്നെ നമുക്കൊരു 30 മിനിറ്റ് ലാഭിക്കാം. സോ ആ പരിപാടി പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കി തരിക. കാരണം അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ കണ്ട് മടുത്തതാടേ. എന്തിനാ ഇനി അത്? നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുന്നത് കോണ്ടൻറ്റ്. ഇപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്നത് കോണ്ടൻറ്റ് ഈസ് ദ ഹീറോ. ആ കോണ്ടൻറ്റാണ് വേണ്ടത്. അല്ലാതെ മാസ് ഡയലോഗ് അടിച്ചിട്ട് സ്ലോ മോഷൻ നടക്കുന്ന പൃഥ്വിരാജിനെയോ മമ്മൂട്ടിനെയോ മോഹൻലാലിനെയോ ഒന്നും നമുക്കിനി കാണേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് അതുപോലെ രസമുള്ള ഒരു പരിപാടിയായിട്ട് ചെയ്തു വെക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഏതാ, ഭീഷ്മപർവ്വത്തിൽ ഇപ്പോൾ മമ്മൂട്ടി വരുന്നത് കാണുമ്പോൾ നമുക്കതൊരു രസം തോന്നും. ഓഫ് കോഴ്സ് പൃഥ്വിരാജിനെയും അങ്ങനെ ഒരു ഇതിലേക്ക് പ്ലേസ് ചെയ്ത് സ്ലോ മോഷനിൽ കാണിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് രസം തോന്നും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോ മാസ് ഡയലോഗ് കഴിയുമ്പോഴും പുള്ളി മറ്റേ കോട്ടും സൂട്ടും ഇട്ടിട്ട് സ്ലോ മോഷൻ നടക്കുന്നു. അങ്ങനത്തെ കുറേ ആവശ്യമില്ലാത്ത ഷോട്ടുകൾ ഒഴിവാക്കിയാൽ, എസ്പെഷ്യലി കൊമേഴ്ഷ്യൽ മൂവീസിൽ, പൃഥ്വിരാജിൻ്റെ മാത്രമല്ല എല്ലാ കൊമേഴ്ഷ്യൽ മൂവീസിലും ഹീറോയ്ക്ക് വോക്കൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, അനാവശ്യമായത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഖലീഫ. പൃഥ്വിരാജിനെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും പോയി സിനിമ കാണുക. അല്ലാത്തവർ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല. സോ മറ്റൊരു വീണ്ടും കാണാം.